അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ ചാക്കോ അവറുകളാണ്. ഈ കാലയളവിൽ കർത്താവ് ശക്തമായി കൺവെൻഷൻ വേദികളിലും പരസ്യയോഗങ്ങളിലും വിവിധ ആത്മീയ ശുശ്രൂഷകളിലും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ തന്റെ ജീവിതാനുഭവം കർത്താവ് കൊടുത്തതായ ആത്മീയ ചിന്തകളും അരോമ ടിവി പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുന്നു. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഏറെ അനുഗ്രഹപ്രദമായിരിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ ചാക്കോയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. അരോമ ടി വി ശ്രോതാക്കൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹവന്ദനം പറയുന്നു. ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുവാൻ കൽപ്പിച്ച ആത്മമണവാളനായ നമ്മുടെ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയുടെ ആത്മനിയോഗം ഏറ്റെടുത്ത് ലോകം മുഴുവൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹീതമായ അരോമ മിനിസ്ട്രിക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതീക്ഷ നിർഭരമായ നേതൃത്വം ഈ അരോമ മിനിസ്ട്രിക്ക് നൽകുന്ന കർത്താവിൽ അനുഗ്രഹീതനും പ്രസിദ്ധനുമായ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കും ഹൃദയത്തിൽ തൊട്ട് വന്ദനം പറയുന്നതോടൊപ്പം നിങ്ങളുമായിട്ട് സാക്ഷ്യം പങ്കുവെക്കുവാൻ ഇങ്ങനെ ലഭിച്ച അവസരത്തിന് വലിയവനായ കർത്താവിന് നന്ദിയും അർപ്പണം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അത്ഭുതങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളും മറ്റൊരാൾക്ക് കരുത്തു പകരുവാൻ, അവരോട് പറയുവാൻ നമ്മെ നിയോഗിച്ചതും പഠിപ്പിച്ചതും കർത്താവാകൊണ്ട് ലഭിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കും ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ അരോമ മിനിസ്ട്രീസിന് എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ പാസ്റ്റർ ബിനു ജോൺ ഡൽഹിയെ ഈ തരുണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെ അവസരം നൽകിയ അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ അരോമ മിനിസ്ട്രീസിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ് ഡാനിയൽ ജോൺ കർത്താവിൻ്റെ ദാസനോടും പ്രവർത്തകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. എൻ്റെ ദൈവവചനവും സാക്ഷ്യവും നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമായി തീരുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നതിൽ ഒരിക്കൽ കൂടി ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ പേര് സുനിൽ ചാക്കോ എന്നാണ്. ഞാനിപ്പോൾ IPC തലയോലപ്പറമ്പ് കോലത്താർ സഭയിൽ ശുശ്രൂഷിക്കുന്നു. ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ഈ തലയോലപ്പറമ്പ് പട്ടണത്തിൽ, എൻ്റെ ജന്മനാടിന് തൊട്ടടുത്ത പട്ടണത്തിൽ കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുമായി എൻ്റെ സാക്ഷ്യത്തെ പങ്കുവെക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അനേകര കാതുകളിൽ എത്തുവാൻ ആത്മാർത്ഥമായി ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവും സാക്ഷ്യവും പങ്കുവെക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അമൂല്യമായി കരുതുന്ന വ്യക്തികളാണല്ലോ നാം ഏവരും. കാരണം ദൈവത്തിൻ്റെ വചനം ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥമാണ്. ആദ്യമായി തർജ്ജമ ചെയ്ത ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് സൗജന്യമായി കൊടുക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വില കൊടുത്തു വാങ്ങുന്ന ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഗ്രന്ഥം, ലോകത്തിലെ സകല കോടതി മുറികളിലും സൂക്ഷിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ
എല്ലാ രാജ്യങ്ങളുടെയും നിയമവ്യവസ്ഥിതിക്ക് കാരണമായി തീർന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ചന്ദ്രനിൽ പോലും മനുഷ്യൻ കാലുകുത്തിയപ്പോൾ ആദ്യം വായിക്കാൻ തിരഞ്ഞെടുത്ത ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥവും വിശുദ്ധ ബൈബിളാണ്. ലോകം കണ്ട സകല സാമ്രാജ്യ ശക്തികളും ചക്രവർത്തിമാരും രാജാക്കന്മാരും ഭരണാധികാരികളും ഈ പുസ്തകം കരിവാരി തേക്കാൻ, കീറിക്കളയാൻ, കത്തിച്ച് ചാമ്പലാക്കാൻ വെല്ലുവിളി ഉയർത്തിയിട്ടും ഇതെഴുതിയ ഒരു കുത്തുപോലും മാറ്റിയിടാതെ അതിൻ്റെ തനിമയിലും തന്മയത്വത്തിലും തൻ്റെ ഇടത്തിലും ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കാൻ, പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഏക കാരണം ഇതെഴുതിയത് ദൈവത്തിൻ്റെ വചനവും ദൈവവുമായതുകൊണ്ടാണ്. അഥവ സംസ്കാരങ്ങൾ കറുതി വരുത്തിയ, അടിമത്വത്തിന്റെ അടിവേർ അറുത്തു കളഞ്ഞ, അന്ധവിശ്വാസങ്ങളെ കാറ്റിൽ പറത്തിയ, അടുക്കളക്കകത്ത് ഒതുങ്ങിപ്പോകേണ്ട സ്ത്രീകളെ പോലും സമൂഹത്തിന്റെ മുഖ്യധാരകളിലേക്ക് പറന്നുയരുവാൻ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് കൊടുത്ത മാനവ വിമോചനത്തിന്റെ വിപ്ലവകാവ്യമാണ് സുവിശേഷം. അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സാക്ഷ്യം പറയുന്നു, വചനം പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഈ ദൈവവചനത്തിനും സാക്ഷ്യങ്ങൾക്കും അനേകരെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി കഴിയും. ഇതര പ്രഭാഷണങ്ങൾ, ഇതര പുസ്തകങ്ങൾ നമുക്ക് അറിവ് മാത്രം നൽകുമ്പോൾ ദൈവവചനവും ദൈവവചനത്തിലൂടെയുള്ള സാക്ഷ്യത്തിന്റെയും പ്രത്യേകത ഇത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പുസ്തകമാണ്. അനേക മനുഷ്യ ഹൃദയങ്ങൾക്ക് വെളിച്ചം, കലകൾക്ക് പ്രചോദനം, സാഹിത്യത്തിന് വിഷയം, തത്വജ്ഞാനത്തിന്റെ പൊരുളായ ഈ പുസ്തകം വെളിപ്പെടുത്തുന്ന ലോകരക്ഷിതാവാണ്. ഞങ്ങളെ മാറ്റിയത്, ഞങ്ങൾക്ക് രൂപാന്തരം തന്നത്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ തന്നത് എന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾ അറിയാൻ, ജീവിതം അസ്തമിച്ചു പോയെന്ന് ചിന്തിച്ച, ജീവിതം തകർന്നു പോയെന്ന് ചിന്തിച്ച നിങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ദൈവശബ്ദമായി എൻ്റെ സാക്ഷ്യം മാറട്ടെ എന്ന് പ്രാരംഭത്തിങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കർത്താവിൻ്റെ വേലയിൽ ഒരിക്കലും ആഗ്രഹിച്ച് ഇറങ്ങിയ വ്യക്തി ആയിരുന്നില്ല ഞാൻ. എൻ്റെ ബാല്യകാലം ഞങ്ങൾ ഒരു കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ 5ാമത്തെ മകനാണ് ഞാൻ. 5 സഹോദരങ്ങൾ എനിക്കുണ്ട്. ഞങ്ങൾ 6 മക്കളാണ്. 5 സഹോദരിമാരും ഒരു ആണായി പിറന്ന ഏക മകനായിരുന്നു ഞാൻ. ജനിച്ചപ്പോൾ തന്നെ CSI പശ്ചാത്തലത്തിൽ വളർന്ന എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ടത് ഒരു പുരോഹിതനാകണം എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഒരു പുരോഹിതനാകുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല, അത് നമ്മൾ ആഗ്രഹിക്കുന്നതായിരുന്നില്ല. കർത്താവിൻ്റെ വേല ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം അവർ പറയുമ്പോഴും ഒരിക്കലും അങ്ങനെ അതിനുവേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും വളർന്നു വന്നപ്പോൾ ഞാൻ പോലും അറിയാതെ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി. എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രകൃതി നിയമം പോലെ തന്നെ ജീവിതത്തിനകത്ത് ഒട്ടനവധി പ്രതിസന്ധികളും ഒട്ടനവധി വേദനകളുടെയും ഒരു തിരമാലകളായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ 4ാമത്തെ സഹോദരിയുടെ വിവാഹാനന്തരം അവൾ മാനസികമായിട്ട് തകർന്നു, ഒരു മാനസിക രോഗിയായി മാറ്റപ്പെട്ടു. അതുവരെ ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന മാർഗത്തിലൂടെ ഒരു മോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും നിരവധി ഭ്രാന്താശുപത്രിയിൽ കയറിയിറങ്ങി, കൈയും കാലുമൊക്കെ കെട്ടി നീണ്ട വർഷങ്ങൾ സ്വന്തം വീട്ടിൽ സ്വന്തം പെങ്ങളെ ഇടേണ്ടി വന്നു. ഭർത്താവ് ഈ രോഗം ആണെന്ന് മനസ്സിലാക്കി ഉപേക്ഷിച്ചു. വിവാഹം കഴിഞ്ഞ് 4ാം ദിവസം ഭർത്താവ് ഉപേക്ഷിച്ച് അവർ ഡൈവേഴ്സിന് വേണ്ടിയുള്ള യാത്രകൾ ആരംഭിച്ചപ്പോൾ ജീവിതം ഉടഞ്ഞുപോയി, തകർന്നു പോയ ആ കുടുംബാന്തരീക്ഷം, ഞങ്ങൾ ആത്മഹത്യ മാത്രം കൊതിച്ച ചില മണിക്കൂറുകൾ. പക്ഷെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുകയായിരുന്നു. കൈയും കാലുമൊക്കെ കെട്ടി നീണ്ട വർഷങ്ങൾ വെള്ളം പോലും കുടിക്കാതെ 6-7 മാസം പച്ചവെള്ളം പോലും കുടിക്കാതെ കിടക്കുന്ന ഒരു സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ, ഈ മാർഗത്തിൽ ഇറങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചത്. എന്നെ കേൾക്കുന്ന
പ്രിയ ശ്രോതാക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു മതജീവിതമല്ല. പലപ്പോഴും പലരും ഒരു മതപരിവർത്തനത്തിൻ്റെയൊക്കെ ലേബലിൽ ഈ മാർഗത്തെ എഴുതി തള്ളാറുണ്ട്. ഞങ്ങളെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളോട് ഞങ്ങൾ ഹൃദയം തൊട്ട് പറയുന്നു, ഇത് മതം മാറ്റത്തിന്റെ മാർഗമല്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സത്യദൈവത്തെ അനുഭവിച്ച് ഞങ്ങളുടെ മനം മാറിയ മാർഗമാണ്. ജീവിതം തീർന്നെന്ന് പറഞ്ഞ ഞങ്ങളുടെയൊക്കെ വീടിന്റെ ആ നാടിന്റെ ചരിത്രം, ആ, മരണം കാത്ത് നൂറുകണക്കിന് പേര് വന്ന വീടായിരുന്നു എൻ്റെ വീട്. കാരണം അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, തീർന്നെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഡോക്ടർമാര് പോലും അവസാന വാക്ക് പറഞ്ഞെടുത്തതെന്ന് കയ്യും കാലും കെട്ടിയിട്ട് ഒരു മുറിക്കകത്ത് അസ്തമിച്ചു എന്ന് പറയുന്ന എൻ്റെ സഹോദരി എഴുന്നേൽക്കുന്നത് കണ്ടാണ് ഈ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഞാൻ ആരംഭമായി ഇറങ്ങിത്തിരിച്ചത്. നീണ്ട വർഷങ്ങളുടെ വേദനകൾക്കും നീണ്ട വർഷങ്ങളുടെ അപമാനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമൊക്കെ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. വർഷങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രതിസന്ധിക്കും പ്രാർത്ഥന നിമിഷങ്ങൾ കൊണ്ട് പരിഹാരം വരുത്തുവാൻ കരുത്തുണ്ട്. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ജീവനുള്ളൊരു ദൈവമുണ്ട്. വിശുദ്ധ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം അതാണ്. ജീവനുള്ള ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് അനുഭവിച്ച വേദനകളും തകർച്ചകളും നൊമ്പരങ്ങളും ഒക്കെയാണ് ഈ കർത്താവിനെ അറിയാൻ ഒരു മുഖാന്തിരമായത്. രോഗം മാറ്റുന്നൊരു ദൈവത്തെയും അത്ഭുതം ചെയ്യുന്നൊരു ദൈവത്തെയും അല്ല എനിക്ക് ഇവിടെ ഉയർത്താനുള്ളത്. അതൊക്കെ ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം എല്ലാ കാലത്തും അത്ഭുതം ചെയ്യുന്നതാണ്. എങ്കിലും ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ ഉയർത്താൻ വേണ്ടിയല്ല ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ ഒരു മുഖാന്തരമായത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിനകത്ത് ഉത്തരം മുട്ടുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട വിഷയമുണ്ടെങ്കിൽ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാദൃശികമായി വന്നതല്ല. ഈ ദൈവത്തെ കണ്ടുമുട്ടാൻ ദൈവമൊരുക്കിയ ഒരു മുഖാന്തിരമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് ആത്മഹത്യ പരിഹാരമല്ല, മറ്റിതര മാർഗങ്ങളൊന്നും അത് ശാശ്വതവുമല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ സമയത്തെ ഉപയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ ബാല്യകാലത്തെ പറ്റി ആദ്യം സൂചിപ്പിച്ചല്ലോ. ഞങ്ങൾ 6 മക്കളിൽ 5-മനാകുന്നവൻ. വീട്ടിലെ ഒരാൺതരി ജനിച്ചാൽ അവനെ ഏറ്റവും ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാക്കുക, ജോലിക്കാരനാക്കുക ഏത് പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ അമ്മ അതിന് വിരോധമായിട്ട് അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ ബാല്യകാലത്ത് ആ സ്വപ്നങ്ങളിലൂടെയും ആ ചിന്താഗതികളിലൂടെയും വളർത്തപ്പെട്ടെങ്കിലും വളരുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിനകത്തും ഈ ആത്മീകമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ അതിലേക്കുള്ള ഇഷ്ടം കുറഞ്ഞത് കൊണ്ടാകാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പോരാട്ടങ്ങൾ വരുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നീട് എനിക്കത് മനസ്സിലായി. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ ചില പ്രതിസന്ധികൾ ദൈവത്താൽ അനുവദിക്കപ്പെടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയും യാദൃശികമല്ല എന്നും കൂടെ എൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് അത്ഭുതം ചെയ്യാൻ ഏത് പ്രശ്നങ്ങളിലും നമ്മൾ അവന് അവസരം കൊടുത്താൽ മതി. ഞങ്ങൾ അനുഭവിച്ച ആ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ അമ്മയുടെ ഒരു തികഞ്ഞ ദൈവഭയം അല്ലെങ്കിൽ തികഞ്ഞ വിശ്വാസം ആ പ്രതിസന്ധിയുടെ നടുവിൽ ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുത്ത് വരുവാൻ ഞങ്ങളെ സഹായിച്ചു. 50 കിലോമീറ്റർ അകലെയാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആദ്യം പോയിക്കൊണ്ടിരുന്നത്. കാരണം സ്വന്തം നാട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള മടി മൂലം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്താകുമെന്ന് ചിന്തിച്ച് നീണ്ട മണിക്കൂറുകളും നീണ്ട
യാത്രകളിലൂടെയാണ് കർത്താവിനെ ഞങ്ങൾ ആരാധിക്കാൻ വേണ്ടി ആദ്യം പോയിക്കൊണ്ടിരുന്നത്. പോത്താനിക്കാട് എന്ന് പറയുന്ന മൂവാറ്റുപുഴ പോത്താനിക്കാടിനടുത്തുള്ള ഒരു ചർച്ചിൽ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടെ പോയി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ പെങ്ങൾക്കൊരു സൗഖ്യം കിട്ടിയാൽ വീണ്ടും എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം പോലെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ മേലുണ്ടായത്. അതുകൊണ്ട് ഈ സന്ദേശം എൻ്റെ സാക്ഷ്യം കേൾക്കുന്നവരോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച അനുഭവത്തിൽ പറയാം. പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദൈവത്തോട് ഒരു രാത്രി മുഴുവൻ ചോദിച്ചൊരു വിഷയം, ഞാൻ അവിടെ ചെന്നു സെമിനാരി പഠിക്കണം, പുരോഹിതനാകാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന ഞാൻ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഒരു പെന്തക്കോ സെമിനാരിയിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, നിനക്ക് എന്നെ വേണമെങ്കിൽ, എന്നെ ഉപയോഗിക്കണമെങ്കിൽ എന്നോട് നേരിട്ടൊന്ന് സംസാരിക്കണം. എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് 11 മണിക്ക് ഇരുന്ന പ്രാർത്ഥനാ മുറിക്കകത്ത് വെളുപ്പിന് 5 മണി വരെയുള്ള നീണ്ട മണിക്കൂറുകൾ അന്നാണ് ഞാൻ കരഞ്ഞത്, ദൈവസന്നിധിയിൽ കരഞ്ഞത്. ആദ്യമായി പ്രാർത്ഥനയിൽ കരയാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ ചില നിമിഷങ്ങൾ, ആ പ്രാർത്ഥനയുടെ മണിക്കൂറുകളിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ദൈവശബ്ദമാണ് നീണ്ട 20 കൊല്ലങ്ങളായിട്ട് ഈ കർത്താവിനെ പ്രസംഗിക്കാനുള്ള ഒരു നാവായി മാറിയ എൻ്റെ ചരിത്രം തിരിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സെമിനാരിയിൽ പോയി കഴിഞ്ഞാണ് സ്നാനപ്പെട്ടത്. സെമിനാരിയിൽ പോയി 3-ാം മാസമാണ് ഞാൻ സ്നാനപ്പെട്ട് വീണ്ടും കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ തീരുമാനമെടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിനകത്ത് കഠിന അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മളെ തകർത്ത് കളയാനല്ല, നമ്മളെ പണിയാനാണെന്ന് ഇന്ന് പകലിൽ എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം. എൻ്റെ കർത്താവ്, നമ്മൾ പ്രസംഗിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സത്യ നിത്യ സനാതന ദൈവം മാനവരാശിയുടെ രക്ഷകനാണെന്ന് പറയാനാണ് ഈ സമൂഹ മാധ്യമത്തിന്റെ പ്ലാറ്റ്ഫോം ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ദൈവം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഞാൻ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് അവൻ രക്ഷകനാണ് എന്നുള്ളതാണ്. ഏത് പ്രയാസങ്ങൾക്കകത്തും, ഏത് പാപത്തിന്റെ ചെളിക്കൂമ്പാരത്തിനകത്തും തോറ്റുകിടക്കുന്ന നമ്മെ ജയിപ്പിക്കുന്ന ഒരു രക്ഷകനുണ്ട്. പലരും വിധി എന്ന 2 അക്ഷരത്തിനകത്ത് മനോഹരമായവരുടെ ജീവിതത്തെ തകർത്ത് കളയാറുണ്ട്. വിധി എന്ന് പറഞ്ഞ് 2 കൈയും നീട്ടി സ്വീകരിക്കാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ജീവിതത്തിനകത്ത് നഷ്ടങ്ങളും പരാജയങ്ങളും തകർച്ചകളും വിധി എന്ന 2 അക്ഷരത്തിനകത്ത് നിങ്ങൾ ഒതുക്കരുത്. വിധി എന്ന 2 അക്ഷരത്തെ മാറ്റാൻ യേശു എന്ന 2 അക്ഷരത്തിന് കരുത്തുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. ഭ്രാന്താശുപത്രിക്ക് പോയി ജീവിതകാലം മുഴുവൻ ഭ്രാന്താശുപത്രിയിൽ ഇടണമെന്ന് പറഞ്ഞതാണ് എൻ്റെ സഹോദരി. എന്നാൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലുള്ള വിശ്വാസമാണ് അവളെ ഭവനത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രേരിപ്പിച്ചത്. സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന തുടങ്ങി. എത്ര മാസങ്ങൾ കയ്യും കാലും കെട്ടിയിട്ട് പ്രാർത്ഥന നടത്തിയെന്നറിയാമോ? എന്നാൽ ആ പ്രാർത്ഥനയുടെ അനന്തരമാണ് ഈ പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വരാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയത്. ആ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ഈ മാർഗത്തിൽ ഞങ്ങൾ വന്നു. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു മതമല്ല, ഇതൊരു മാർഗമാണ്. മനുഷ്യനെ വിടിവിക്കുന്ന മാർഗം, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന മാർഗം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാർഗം. മുറിവേറ്റി കിടന്ന മനുഷ്യന്റെ മതം നോക്കാതെ അവനെ മാർവോട് ചേർത്ത് പിടിച്ച മാനവികതയുടെ മാർഗദീപം തെളിയിച്ച മനുഷ്യസ്നേഹിയാകുന്ന ഒരു രക്ഷകനെ ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. പലരും മതം പറഞ്ഞ്, സമുദായം പറഞ്ഞ് പലരെയും മാറ്റി നിർത്തുമ്പോൾ നമുക്കറിയാം, നമ്മുടെയൊക്കെ മൊബൈലിലിരിക്കുന്ന ഗൂഗിളിൽ അടിച്ചു ചോദിച്ചാൽ ഭാരതത്തിന്റെ വെളിച്ചം സ്വാമി വിവേകാനന്ദൻ നമ്മൾ വായിച്ചിട്ടുണ്ട്, യേശുയുടെ വെളിച്ചം ശ്രീബുദ്ധൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വിരലുകൾ കൊണ്ട് അതിനകത്ത് അടിച്ചു ചോദിക്കണം, ലോകത്തിന്റെ വെളിച്ചം ആരാണ്? അതിനകത്ത് ഉത്തരം പറയും, ഭാരതത്തിന്റെ വെളിച്ചം സ്വാമി വിവേകാനന്ദൻ, യേശുയുടെ വെളിച്ചം ശ്രീബുദ്ധൻ എന്ന് പറഞ്ഞ അതേ ഗൂഗിളിനകത്ത് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് അടിച്ചിട്ട് ലോകത്തിന്റെ വെളിച്ചം ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തെളിഞ്ഞു വരും. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അന്ധതയിൽ കിടക്കുന്ന, തകർച്ചയിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന, പാപാന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് മോചനം നൽകുന്ന ഉലകത്തിലെ ഒരു രക്ഷകൻ, അതാണ് ഞാൻ ഇന്ന്
പറയുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹ മാധ്യമം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഈ യേശുവിനെ അറിയാൻ ഒരു മുഖാന്തിരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, കൊറോണ വന്നപ്പോ എല്ലാ വാതിലുകളും അടഞ്ഞതാണ്. നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും മിണ്ടാനും കൂടിയിരിക്കാനും ഒക്കെയുള്ള വഴികൾ അടഞ്ഞു കൊറോണ വന്നപ്പോൾ. ആ കൊറോണ വന്നപ്പോൾ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കറിയാം, ആ കൊറോണയുടെ നടുവിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ട സന്ദേശം സുവിശേഷമാണ്. പരസ്പരം ഗ്യാപ്പിട്ടു, സോപ്പിട്ട് കൈ കഴുകി മാറി, മുഖം മൂടി ധരിച്ചു. അവിടെയും ഇഷ്ടപ്പെടാത്തവരുടെ ചെവിക്കകത്ത് പോലും ഈ സന്ദേശം രാജ്യങ്ങളും അതിർത്തികളും കടന്നെത്തിയെങ്കിൽ ലോകത്തെ ഏത് സന്ദേശത്തെയും ഏത് വ്യക്തികളെയും ഏത് സാമ്രാജ്യങ്ങൾക്കെയും അതിരിടാൻ പറ്റും. സുവിശേഷത്തെ അതിരിടാൻ ലോകത്തിന്, സാമ്രാജ്യങ്ങൾക്ക്, മഹാവ്യാധികൾക്ക് കഴിയത്തില്ലെന്ന് നമ്മുടെ സമകാലിക കാലത്ത് തെളിയിച്ചതല്ലേ. കൊറോണ വന്നപ്പോഴാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സുവിശേഷം കേട്ടത്. എൻ്റെ ജീവിതാനുഭവങ്ങളിലും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളോടും ഏറ്റവും കൂടുതൽ വ്യക്തികളോടും ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞത് ഈ കൊറോണയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞങ്ങളിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൈമാറുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഒരു മതത്തിന്റെ സന്ദേശം ആ മതത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നാ പോരെ? എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമം എന്ന് പറയാനുള്ള കാരണം തന്നെ സമൂഹത്തെ ബാധിക്കുന്ന, സമൂഹം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ മതവെറിയന്മാരുടെ സന്ദേശം പറയാൻ വേണ്ടിയല്ല. മതാന്ധത ബാധിച്ച വർഗീയവാദത്തിന്റെ വിഷം വിതക്കുന്ന വക്താക്കളുമല്ല ഞങ്ങൾ. ഞങ്ങളുടെ സന്ദേശം പ്രതികാരത്തിന്റെ സന്ദേശവുമല്ല, മതം മാറ്റത്തിന്റെ സന്ദേശവുമല്ല. ഞങ്ങളുടെ സന്ദേശം മാനവരാശിക്ക് നിത്യജീവനും പാപമോചനവും നിത്യരക്ഷയും ആത്മരക്ഷയും നൽകുന്ന ഉലകത്തിലെ ഒരൊറ്റ സന്ദേശമുണ്ടെങ്കിൽ, പ്രതികാരദാഹിയില്ലാത്തൊരു സന്ദേശമുണ്ടെങ്കിൽ, മനുഷ്യനെ സ്നേഹിക്കുന്നൊരു സന്ദേശമുണ്ടെങ്കിൽ, ഞങ്ങൾ ഉയർത്തിപ്പറയുന്ന സുവിശേഷമാണ്. സുവിശേഷം മനുഷ്യനെ മനുഷ്യനാക്കുന്ന സന്ദേശമാണ്. ഞങ്ങളെയൊക്കെ അങ്ങനെ ആക്കിയത്. അപ്പൊ നിങ്ങൾ ചോദിക്കാറ്, ഞങ്ങൾ ആരും മനുഷ്യരല്ലേ എന്ന് ചോദിക്കാമായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യന് അവന്റെ അകത്ത് പകർന്നിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യത 70 80 90 നല്ല മനുഷ്യനാണെന്നും നല്ല മതവും നല്ല ആചാരങ്ങളും നല്ല അനുഷ്ഠാനങ്ങളും നല്ല കുടുംബങ്ങളും നല്ല ജോലിയും ഒരു മനുഷ്യന് പോലും ഞങ്ങൾ തിന്മ ചെയ്യുന്നില്ല എന്നൊക്കെ അവകാശപ്പെടുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോ മനുഷ്യനിൽ മരണമില്ലായിരുന്നു. ഇതൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും നിങ്ങൾ മരണത്തെ പേടിക്കുന്നവരല്ലേ? നിങ്ങൾ പേടിച്ചില്ലെങ്കിലും നാളുകളിൽ നിങ്ങളെ മരണം കീഴടക്കുമെന്നുള്ള യാഥാർത്ഥ്യമല്ലേ? നിങ്ങൾ മരിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നിങ്ങൾ ചങ്കത്ത് കൈവച്ച് പറയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് യേശുവിന് ആവശ്യമുണ്ട്. കാരണം യേശു കർത്താവ് ലോകത്തിൽ വന്നത് ഇവിടുത്തെ ഒരു സുഖലോപിതമായിട്ടുള്ള ഒരു ആർഭാടകരമായ ഒരു ജീവിതം നൽകാൻ വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ. മരണാനന്തര ജീവിതത്തിന് ഉറപ്പ് നൽകിയ ഒരു ഇതിഹാസ പുരുഷൻ, മരണത്തെ മരണം കൊണ്ട് ജയിച്ച ഒരു രക്ഷകനുണ്ടെങ്കിൽ ഞങ്ങൾ ഉയർത്തിപ്പറയുന്ന യേശു മാത്രമാണ്. അതുകൊണ്ട് യേശുവിനെ എല്ലാവർക്കും ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളോട് ഞങ്ങളുടെ അനുഭവത്തിൽ പറയുന്നു, യേശു ക്രിസ്തു എന്ന് പറയുന്ന അതുല്യ രക്ഷകൻ, പാപവിമോചകൻ, പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ലോകത്തിന്റെ തത്വം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാ മതങ്ങളും പറയുന്നു, എല്ലാ ഇസങ്ങളും പറയുന്നു, എല്ലാ തത്വചിന്തകരും പറയുന്നു. അവരുടെയൊക്കെ ശവക്കോട്ട അടഞ്ഞു കിടക്കുകയാണ്. ആ മരണം കൊണ്ട് അവർ വഴിമാറിപ്പോയി. മരണം കൊണ്ട് അവരൊക്കെ തീർന്നപ്പോ ലോകമഹത്വങ്ങളുടെ പാത നീളുന്നത് ശ്മശാനത്തിലേക്കാ. അവരെല്ലാം അവിടം കൊണ്ട് അസ്തമിച്ചപ്പോ ഒരു കല്ലറ മാത്രം ഉയർന്നു കിടക്കുന്നു. അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അതിന്റെ കാരണം അവനാണ് പാപത്തിന് പരിഹാരം വരുത്തിയ പാപമില്ലാത്ത പാപവിമോചകനായ ക്രിസ്തു. പാപമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കർത്താവിന് മരണത്തെ ജയിക്കാൻ പറ്റിയത്. അതുകൊണ്ട് മരണം നമ്മെ തേടി വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്നിലും നിങ്ങളിലും നമ്മൾ പോലും അറിഞ്ഞു കിടക്കാത്ത പാപത്തിന്റെ വിഷമുള്ളുകളാണെന്ന യാഥാർത്ഥ്യവും ആ പാപത്തിന് പരിഹാരം ഒരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നൽകുകയില്ല എന്നുള്ള തിരിച്ചറിവും നിങ്ങൾക്കുണ്ടായാൽ അതിനുള്ള പരിഹാരം എവിടെയാണ്? പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ക്രിസ്തുവിലുണ്ട് എന്നുള്ള സത്യസുവിശേഷവും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല വരാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് ഒരു നിത്യതയുണ്ട്
എന്ന് ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്ന ലോകരക്ഷകൻ, ആ ലോകരക്ഷകനെ കണ്ടെത്തിയതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് മാറ്റം വരുത്തിയത്. അതാണ് ഞങ്ങളുടെ സാക്ഷ്യം. ജീവിതം അസ്തമിച്ചു പോയ, കയ്യും കാലും കെട്ടി ഭ്രാന്തിയായി പോയ എൻ്റെ സഹോദരി, ഇപ്പോൾ എൻ്റെ ചർച്ചിൽ അവൾ ഏറ്റവും കൂടുതൽ കൈയടിച്ച് ആരാധിക്കുന്നത് ആ സഹോദരിയാണ്. ലോകത്തിനൊരു അത്ഭുതമായി അവൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? വിടിവിക്കുന്ന, സൗഖ്യമാക്കുന്ന, രക്ഷിക്കുന്ന, നിത്യജീവൻ നൽകുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ലോകത്തിന്റെ അറ്റത്തോളം പോയി സാക്ഷികളാകണമെന്ന് കർത്താവ് കൽപ്പിച്ച നിയോഗമാകിയാൽ ഞങ്ങൾ ഈ സന്ദേശം ലോകത്തിന്റെ വൻകരകളിൽ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ശ്രോതാക്കളോട് കൈമാറുമ്പോൾ ഞങ്ങൾക്ക് ഉയർത്തി പറയാനുള്ള ഏറ്റവും പരമപ്രധാനമായ സന്ദേശം യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാരകനാണ് എന്നുള്ളതാണ്. ജീവിതം, ഈ വർത്തമാനകാലം നിങ്ങളൊന്ന് പരിശോധിക്കുക. അക്രമങ്ങൾ പെരുകുകയാണ്, അരിങ്കൊലകൾ പെരുകുകയാണ്, ചോര കൊണ്ട് ആറാട്ട് നടത്തുന്ന തലമുറ. ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ 2025 മരിച്ചു എന്ന് കേട്ടതിനേക്കാൾ ഞങ്ങൾ കേട്ടത് കൊന്നു എന്നാണ് കേട്ടത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ട് നിൽക്കുമ്പോൾ മൊബൈലും ടിവിയും ഇന്റർനെറ്റ് തുടങ്ങിയ ആധുനിക സൗകര്യങ്ങൾ തെറ്റുകളുടെ നീർച്ചുഴിയിലേക്ക് യുവതലമുറയെ തള്ളിക്കൊണ്ടു പോവുകയാണ്. കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. പണ്ട് വാർത്ത, കുട്ടികൾ പീഡന കേസുകളിൽ പ്രതിയാകുന്നു. ചവിട്ടി നിൽക്കുന്ന ഭൂമിയെ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ലോകം മാറുമ്പോൾ ലോകത്തിൽ ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം. ഭരണാധികാരികൾ തോറ്റുപോകുന്നു. കാരാഗ്രഹത്തിന്റെ കൂറ്റൻ കരിങ്കൽ കോട്ടകൾ തികയാതെ വരുന്നു. ഡി അഡിക്ഷൻ സെന്ററുകൾ പെരുകുന്നു. അമ്മ തൊട്ടിലുകളിൽ കുട്ടികളുടെ എണ്ണം പെരുകുന്നു. കുടുംബ ബന്ധങ്ങൾ, വിവാഹമോചനങ്ങൾ പെരുകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഒരു കാര്യം ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ കാലത്തിന്റെ ലക്ഷണങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പറയുന്ന യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൻ്റെതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്നു. പക്ഷേ 2026 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരുന്നു, ലോകം ഈ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, കാലലക്ഷണങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഈ ലോകം പോകുന്നത് ഡിസോർഡറിലേക്കാണ്. ഈ ലോകം നിത്യമായ ഒരു നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവസാനമല്ല. ഈ ലോകത്തെ ഭരിക്കാൻ, ലോകത്തിന്റെ രാജാതിരാജാവായി, കർത്താവായി, ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ലോകരക്ഷിതാവാകുന്ന യേശു കർത്താവ് വീണ്ടും വരുമെന്നുള്ളത് വേദപുസ്തകത്തിന്റെ അസന്നിഗ്ധ സത്യമാകിയാൽ ആ യേശുവിനെ അറിയാൻ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതം തകർന്നു പോയ, ജീവിതം ഉടഞ്ഞു പോയ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ, ജീവിക്കാൻ കൊതി പോലും ഇല്ലാതിരുന്ന ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിതം തിരിച്ചു കിട്ടിയത് മാത്രമല്ല, നൂറുകണക്കിന് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എത്ര ആത്മഹത്യകളെ മാറ്റാൻ ഞാൻ ശുശ്രൂഷിച്ചത് കൊല്ലത്തിനടുത്ത് ഇളമാട് എന്ന് പറയുന്ന ഒരു ചർച്ചിലായിരുന്നു. അവിടെ ഞങ്ങൾ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. ഞങ്ങൾ അവിടെ പ്രവർത്തനത്തിന് ചെല്ലുന്നതിന് മുമ്പ് 30, 35, 40, 25 വയസ്സുള്ള എത്രയോ പേരാണ് നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലം. ഞാനൊരു സമൂഹ മാധ്യമത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വണ്ടി കയറുമ്പോൾ പ്രവാചകന്മാരാകുന്ന ആൾക്കാരല്ല. കൊല്ലത്ത് അടുത്തുള്ള ഈ ചർച്ച്, ആ സ്ഥലം ആത്മഹത്യകളുടെ ഒരു സ്ഥലമാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ ഒരു സത്യം അറിയണം. ഞങ്ങൾ അവിടെ ചെന്ന് കാല് ചവിട്ടിയ നിമിഷം മുതൽ ഞങ്ങൾ കയറിയിറങ്ങിയ വീടുകളിൽ, സ്ഥലത്ത് ആത്മഹത്യ പിന്നെ നടന്നിട്ടില്ല. ഞങ്ങളെ ഒരു ദിവസം മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ തടഞ്ഞു നിർത്തിയ ഒരു യൗവനക്കാരൻ, നിങ്ങൾ ഇങ്ങനെ മതം മാറ്റുന്നവരാണ്, നിങ്ങൾ പറയുന്നത് പോലെയൊന്നും ലോകം മാറത്തില്ല, നല്ല ഭരണാധികാരികൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി വന്നെങ്കിലേ ഇവിടെ രാജ്യത്തിന് മാറ്റമുണ്ടാകൂ എന്നൊക്കെ ഞങ്ങളെ ഒരു 11 മണി വരെ തടഞ്ഞു നിർത്തി പറഞ്ഞൊരു യുവാവ്. അവൻ അന്ന് രാത്രി അവനും തൂങ്ങി. അത് അവസാനത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ പ്രാരംഭ ദിനങ്ങളായിരുന്നു. അവിടെ ചർച്ച തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ സൺഡേ സ്കൂള് നടത്തിക്കൊണ്ടിരിക്കുന്ന, ആഴ്ചയിൽ ഒരിക്കൽ പോയി ഒരു പ്രാർത്ഥന മാത്രം നടത്തുന്ന ഒരു സമയത്ത് നടന്ന സംഭവമാണ്. ആ വ്യക്തിയുടെ മരണം. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്.
അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ വ്യക്തിയുടെ മരണം ആ ദേശത്തെ പിടിച്ചു കുലുക്കി. അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതുമൊക്കെ ആ നാട്ടുകാർ പലരും കേട്ടുകൊണ്ടിരുന്നതാണ്. ആ കേട്ട പലരും പിന്നീട് ഞങ്ങളുടെ ചർച്ചിൽ കടന്നു വരികയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര സത്യമായിരുന്നു. ആ പട്ടണത്തിനകത്ത് 80ഓളം പേര് ആരാധിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ ഞങ്ങൾക്ക് കർത്താവ് തന്നു. ഈ കൊറോണ കാലത്ത് ഞങ്ങളുടെ സഭയിൽ പ്രാർത്ഥനയ്ക്ക് വരാത്തൊരു യുവാവ്, ആ വ്യക്തിയും ഇതുപോലെ ആത്മഹത്യ തിരഞ്ഞെടുത്തു. പക്ഷേ ആത്മഹത്യയിലേക്ക് അവൻ ശ്രമിച്ചെങ്കിലും ആ വ്യക്തി മരിച്ചില്ല. അവന്റെ കെട്ട് പൊട്ടി താഴെ വീണു. പിറ്റേ ഞായറാഴ്ച ഞാൻ ചർച്ചിൽ ചെല്ലുമ്പോൾ റോഡിൽ വെച്ച് ആ വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ജീവിതം മടുത്തു. മദ്യപാനത്തിന്റെ ആസക്തികൾക്കകത്ത് ആണ്ടുപോകുന്നൊരു നാടാണ്. മദ്യപാനവും മയക്കുമരുന്നും ലഹരിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്. അവിടെ ജീവിതം ഉടഞ്ഞുപോയ ആ കുഞ്ഞിന്റെ സാക്ഷ്യം, കർത്താവ് എന്നെ അന്ന് ആ കെട്ടുപൊട്ടിച്ചിട്ടത് കർത്താവാണെന്നാണ് അവൻ പറഞ്ഞത്. ആ യുവാവിനെയും സ്നാനപ്പെടുത്തുവാൻ, ആ യുവാവിന്റെ സ്നാനത്തിൽ അവൻ ആ സ്നാനത്തിന് വേണ്ടി കടന്നു വന്ന കുറച്ചുപേരെയും കൂടെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു. ഞങ്ങൾ പറഞ്ഞതിന്റെ കാരണം യേശുക്രിസ്തു ഇന്നും രൂപാന്തരം വരുത്തുന്ന ദൈവമാണ്. ഒരാളുടെ സാക്ഷ്യം അനേക സാക്ഷ്യങ്ങളെ ഉളവാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അരോമ മിനിസ്ട്രീസിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉന്നതമായ നിയോഗവും അത് തന്നെയാണ്. ഒരു സാക്ഷ്യം, ഒരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങൾ അനേകരെ ജീവിതങ്ങൾക്ക് പരിവർത്തനവും പ്രതീക്ഷയും നിത്യജീവനും നൽകും എന്നതിൽ അസംശയമില്ല. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്രയോ തലമുറകൾ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എത്രയോ തലമുറകൾ ആത്മഹത്യകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലൊക്കെ അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കാണാൻ ആരുമില്ലെന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലെന്നും നിങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഒരു സന്ദേശം ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പറയാം. ആദാം എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ആദ്യ മനുഷ്യൻ ആദാം എന്നാണ് ബൈബിൾ പറയുന്നത്. കുരങ്ങ് വഴിമാറി വന്നതല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു മണ്ണ് ദൈവത്തിന്റെ കരത്തിൽ എടുത്തു മനുഷ്യനാക്കിയതാണ്. അതിന്റെ യാഥാർത്ഥ്യമാണ്. ഇന്ന് സയൻസിന് പോലും എതിർക്കാൻ പറ്റാത്തത്. ഏത് മനുഷ്യനും മരിക്കുമ്പോൾ മണ്ണിലേക്ക് പോകുന്നു. കാരണം മണ്ണിൽ നിന്നാണ് മനുഷ്യൻ വന്നത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന തെറ്റില്ലാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ആ ദൈവത്തിന്റെ കരം മണ്ണി തൊട്ടപ്പോ മണ്ണ് മനുഷ്യനായി. ആ മനുഷ്യനെ ദൈവം പൂർണ്ണതയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടി എപ്പോഴും പൂർണ്ണതയുള്ളതാണ് കേട്ടോ. ദൈവം എപ്പോഴും വികലാംഗനായിട്ടും അപൂർണനായിട്ടും ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നമ്മളിലൊക്കെ ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത തിരിച്ചറിയാൻ, പൂർണ്ണതയിലേക്ക് വരാൻ നിങ്ങളെ ഈ സന്ദേശവും ഈ സാക്ഷ്യവും കാരണമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദാമിനെ ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണനായിട്ട് തന്നെയാണ്. കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, നമ്മളൊക്കെ ഈ മാട്രിമണി തപ്പിയാണ് നമ്മുടെയൊക്കെ ഭാര്യമാരെ തിരഞ്ഞെടുക്കുന്നത്. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനകത്ത് തന്നെ അവന്റെ വധു ഉണ്ടായിരുന്നു, അവനുള്ള ഇണയുണ്ടായിരുന്നു, തുണയുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും കൂടെ ആദാം എന്ന് പേരിട്ടെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ആദാമാണ് ഇന്ന് കാണുന്ന സകല ചരാചരങ്ങൾക്കും മൃഗങ്ങൾക്കുമൊക്കെ പേരിട്ടത്. പല പേരും നമുക്ക് ഇന്നും അറിയത്തില്ല. പക്ഷെ അത് ഇട്ട മനുഷ്യന്റെ ജ്ഞാനം എത്ര വലുതായിരുന്നു. അപ്പൊ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അവന് നല്ല ജ്ഞാനം കൊടുത്ത്, നല്ല പെർഫെക്റ്റ് ആയിട്ട്, അവൻ അധികാരിയായിട്ട് ദൈവം അവനോട് പറഞ്ഞൊരു കൽപ്പനയും കൂടിയുണ്ട്, നീ സർവ ഭൂമിയെയും വാഴണം. വാഴാനുള്ള അധികാരം കൊടുത്തു. പക്ഷേ ദൈവത്തിൽ നിന്നും അകന്നു പോയ ആദാം, പാപം ചെയ്ത ആദാം, ദൈവകൽപ്പനയെ അവിശ്വസിച്ച ആദാം വാഴാൻ വേണ്ടി സൃഷ്ടിക്കെങ്കിലും വീണുപോയി. ഇന്ന് വാഴാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ വീണ് കിടക്കുന്ന ചരിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീണ് കിടക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തെ ഭരിക്കാനോ, കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാനോ, കുടുംബജീവിതത്തിൽ നന്നായി കാര്യങ്ങൾ ചെയ്യാനോ, ഒരു വിദ്യാർത്ഥിയുടെ, ഒരു മകന്റെ, ഒരു ഭർത്താവിന്റെ, ഒരപ്പന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ കഴിയാതെ വീണ് കിടക്കുന്ന ആരെങ്കിലൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിളിന്റെ സന്ദേശം. അങ്ങനെ തോക്കുന്നവനെ എഴുതി തള്ളുന്നവനല്ല ദൈവം. ആദാം തോറ്റുപോയപ്പോ തോറ്റ ആദാമിനെ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് കൈപിടിച്ചിറക്കി വിട്ടില്ല. ആ ആദാമിന്റെ അകത്ത് നിന്ന് തന്നെ വിശുദ്ധ ബൈബിൾ പറയുന്നു, ആദാമിനകത്ത് നിന്ന് തന്നെ അവൻ എന്ന് വേണേലും പാപത്തിന് മോചനം എനിക്ക് വേണം, എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ബോധ്യം വന്നാൽ തിരിച്ചവനെ കയറാൻ പറ്റുന്ന നിലയിൽ അവനോട് ഇടപെട്ടൊരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. തോറ്റുപോയ ആദാമിന്റെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ബൈബിൾ അറിയാവുന്ന ശ്രോതാക്കൾക്കും ഇനി അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാപികളെ നിഗ്രഹിച്ചു തള്ളുന്ന അവതാര പുരുഷന്മാരെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ആദാം തോറ്റുപോയപ്പോ തോറ്റ ആദാമിനെ മാറ്റിയിട്ട് മറ്റൊരു ആദാമിനെ ഉണ്ടാക്കാതെ ആ തോറ്റ ആദാമിന്റെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ജയിക്കുന്നവനായ ഒടുക്കത്തെ ആദാമിനെ പുറത്തു കൊണ്ടുവന്ന സർവശക്തിയുള്ള ഒരു ദൈവത്തെ പറ്റി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. തോറ്റുപോയെന്ന് ലോകം പറഞ്ഞ ആദാമിന്റെ കുടുംബത്തിന്റെ തലമുറയിൽ നിന്ന് തന്നെ തോൽക്കാത്ത, ജയിച്ചു നിൽക്കുന്ന, ജയിപ്പിക്കുന്ന ഒടുക്കത്തെ ആദാമിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയും ദൈവത്തിന്റെ നിയോഗങ്ങളും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ഒരിക്കലും പാഴായി പോകത്തില്ല എന്നും കൂടെ നിങ്ങൾ അറിയാൻ ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ അതുല്യ രക്ഷകൻ ഈ ആദാമിന്റെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ജനിച്ചു. അവൻ ജനനമില്ലാത്തവനാണ് നമുക്ക് വേണ്ടി ജനിച്ചത്. മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടി? ഇന്ന് പകലിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന, ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ജയമുണ്ടാകാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ തോറ്റ ചരിത്രം മാറ്റാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ പരാജയത്തിന്റെ ഇന്നലകളെ മാറ്റിമറിക്കാൻ, നിങ്ങളെ ജയിക്കുന്നവനാക്കി തിരിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും എന്ന് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ കൈമാറട്ടെ. അബ്രഹാം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ വീരനെ പറ്റി വിശുദ്ധ ബൈബിൾ പരാമർശിച്ചിട്ടുണ്ട്. അബ്രഹാം ദൈവദൂതന്മാരെ വീട്ടിൽ വന്നപ്പോൾ 3 ഇടങ്ങഴി മാവ് അളന്നു കൊടുത്തു. വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകാം. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ തലമുറക്ക് മരുഭൂമിയിലൂടെ ലക്ഷക്കണക്കിന് ജനത്തിന് മന്ന ആയിട്ട് അവൻ തിരികെ കൊടുത്തു. മാവ് കൊടുത്തവന് മന്ന തിരിച്ചു കൊടുത്തു. മാവ് അളന്നു കൊടുത്തു, മന്നയും അളന്നു കൊടുത്തു. മാവ് കൊടുക്കുന്നത് 3 പേര് വന്നപ്പോൾ 3 ഇടങ്ങഴിയാണ്. മരുഭൂമിക്കകത്ത് എത്ര പേരുണ്ടോ പ്രായം നോക്കാതെ ഓരോരുത്തർക്ക് ഓരേ ഇടങ്ങഴി അളന്നു കൊടുത്തു. അതിന്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നവരുടെ ആവശ്യങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മൾ കൊടുക്കുന്നത് പോലെ നമുക്ക് തിരിച്ചു നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആ വേദഭാഗം എടുത്തതാണ്. മാവ് അളന്നു കൊടുത്തു, മന്ന അളന്നു കൊടുത്തു. കാളയെ അളക്കാതെ കൊടുത്തെന്ന അബ്രഹാം. 3 ദൈവദൂതന്മാര് വന്നപ്പോ കാളയെ എടുത്തു, അത് അളക്കാതെയാ കൊടുത്തത്. ഇളയത് നല്ലതുമാകുന്ന 100 കിലോ കാണാം, 50 കിലോ കാണാം, 80 കിലോ കാണാം. 3 പേർക്ക് 3 കിലോയോ 50 കിലോയോ ബീഫിന്റെ ആവശ്യമുണ്ടോ? അത് അളക്കാതെ കൊടുത്തു. ഏറ്റവും നല്ലതും ഇളയതും എടുത്ത് അളക്കാതെ കൊടുത്തു. കാളയെ അളക്കാതെ കൊടുത്തപ്പോ തിരിച്ച് കാടയെ ദൈവം അളക്കാതെ മരുഭൂമി കൊടുത്തു. എൻ്റെ ദൈവം, ഞങ്ങൾ ഉയർത്തിപ്പറയുന്ന രക്ഷകൻ, ആർക്കും കടക്കാരനല്ല. അളന്നു കൊടുത്തവൻ അളന്ന് തിരിച്ചു കൊടുത്തു, അളക്കാതെ കൊടുത്തവനും അളക്കാതെ തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന കണ്ണുനീരിനും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും അർപ്പണത്തിനും ഇരട്ടി പ്രതിഫലം നൽകുന്ന നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കാണേണ്ടവർ കാണാതെ, അറിയേണ്ടവർ അറിയാതെ, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കാതെ വഴിമാറിപ്പോയാൽ നിങ്ങൾക്ക് കിട്ടാത്ത ഉയരങ്ങൾ കീഴടക്കാൻ ഈ ദൈവപുത്രനിലുള്ള വിശ്വാസം നിങ്ങളെ പര്യാപ്തനാക്കും. ഇത് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, അരോമ മിനിസ്ട്രീസിലൂടെ ആയിരക്കണക്കിന് സാക്ഷികൾ നിങ്ങളുടെ മുമ്പാകെ വന്ന് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ, നിങ്ങൾ തോറ്റുപോയെന്ന് പറയുന്നിടത്ത് നിങ്ങളെ ജയിപ്പിക്കാൻ, നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ
ആരൊക്കെയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടറിവാകട്ടോ, ദൈവത്തെപ്പറ്റി അറിയുക, രണ്ട് നമ്മളെപ്പറ്റി അറിയുക. ഈ രണ്ടറിവാ പലർക്കും ഇല്ലാത്തത്. മറ്റു പലതും എല്ലാവർക്കും അറിയാം. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഹൈടെക് യുഗത്തിൽ ബാക്കി എല്ലാവരും അറിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഏറ്റവും വലിയ രണ്ടറിവിതാ. ദൈവത്തെ ഞങ്ങൾക്കറിയാം, അവനെ ആരാധിക്കുന്ന നമ്മൾ ആരാണെന്നും കൂടെ തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവ് നമ്മളെ മാറ്റിമറിക്കുന്നത് അസാധാരണമായ ലെവലിലായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എൻ്റെ പെങ്ങളെ കയ്യും കാലും കെട്ടിയിട്ടിട്ടാണ് ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ വേണ്ടി പോയത്. അതൊക്കെ ഒരു മുഖാന്തിരമായെന്ന് മാത്രം വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ കണ്ടും ഇറങ്ങിയതല്ല. കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സെമിനാരിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത്. പഠിക്കാൻ വേണ്ടി പോയ കാലഘട്ടത്തിൽ അതുപോലെ ഒരു പെൺകുട്ടിയെ ഞാൻ ട്രാക്റ്റ് കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില തകർച്ചകൾ അത് നമ്മളെ മറ്റുള്ളവരെ പണിയിപ്പിക്കാനും വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഞാനെന്ന് പ്രാർത്ഥിക്കുന്നതിലും ഇങ്ങനെ വലിയ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ കണ്ടിട്ടോ അല്ല ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം എൻ്റെ കർത്താവ് സർവശക്തനാണെന്നറിയാം, ദൈവം അത്ഭുതം ചെയ്യുന്നവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷെ കണ്ടിട്ടില്ലായിരുന്നു. എൻ്റെ കുടുംബ ജീവിതത്തിൽ കാണാത്തത് ഞാൻ ആദ്യം കാണുന്നത് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ കിടന്നൊരു സഹോദരി എഴുന്നേൽക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില ജീവിതാനുഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ ദൈവത്തെ വിലയിടരുത്. മറ്റുള്ളവരെ പണിയാൻ ചിലപ്പോൾ ദൈവം നമ്മളെ കഠിന ശോധനകളിലൂടെയൊക്കെ കയറ്റിവിടും. കഠിന പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമ്പോൾ നമ്മളെ കർത്താവ് കരുത്തനാക്കി മാറ്റുകയാണ്. സാധാരണമായ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടി. യദരദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് യേശു കർത്താവ് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ഒരു പ്രവാചകന്മാരും പോകാത്തൊരു സ്ഥലമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. യഹൂദന്മാരും അവിടുത്തെ നാട്ടുകാരുമായിട്ട് വലിയ സംസർഗമില്ലാത്ത ഒരു കാലഘട്ടം. ആ പട്ടണത്തിനകത്തേക്ക് യേശു ചെല്ലുമ്പോൾ അവിടെ കയ്യും കാലും ഒക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂതഗ്രസ്തനെ, ഒരു ഭ്രാന്തനെ പറ്റിയുള്ള ചരിത്രം മർക്കോസ് 5-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ യേശു അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ നാട്ടുകാരും കൊണ്ട് വന്ന് കർത്താവുമായിട്ട് ഇടപെടുമ്പോൾ അവിടെ ഒരു 3 അപേക്ഷ നമുക്ക് കാണാം. നാട്ടുകാർ വന്ന് പറയുന്നു, കർത്താവ് നീ ഇവിടെ വേണ്ട, നീ പൊക്കോ, നീ ഇവിടുന്ന് വേണ്ട, പൊക്കോ എന്ന് പറയുമ്പോൾ കർത്താവ് അവരുടെ വാക്ക് കേട്ട് പോവുകയാണ്. ആ മനുഷ്യനിൽ വാദിച്ച ഭൂതത്തിന്റെ ശക്തികൾ യേശുവിനോട് പറയും, ദുരാത്മാക്കൾ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ പന്നികളിലേക്ക് കയറ്റ്, ഇവനെ സൗഖ്യമാക്കുവാണെങ്കിൽ പന്നികളിലേക്ക് കയറ്റ്. യേശു അതും കേട്ടു, ഭൂതം പറഞ്ഞത് കേട്ടു, നാട്ടുകാർ പറഞ്ഞതും കേട്ടു. പക്ഷെ അവിടെ ഭൂതം ബാധിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ, അവന്റെ അടുക്കൽ, അവന് വേണ്ടിയാ കർത്താവ് ചെയ്യുന്നത്. അവൻ കർത്താവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ നിന്റെ കൂടെ ഞാനൊന്ന് വന്നോട്ടെ, നീ എന്നെയും കൂടെ കൊണ്ടുപോകുക. എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്നെ വേണ്ട, എല്ലാവരും എന്നെ അപമാനിച്ചു തള്ളി, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ വേണ്ടാത്ത ഈ നാട്ടിൽ എനിക്കും ഇനി താമസിക്കണ്ട, നിന്റെ കൂടെ എന്നെ കൊണ്ടുപോകാമോ? എന്നെ ശ്രദ്ധിച്ചോ, ആദ്യത്തെ 2 അപേക്ഷക്കും കർത്താവ് മറുപടി കൊടുത്തു. ഭൂതം പറഞ്ഞതും കർത്താവ് ചെയ്തു കൊടുത്തു, നാട്ടുകാർ പറഞ്ഞതും കർത്താവ് ചെയ്തു കൊടുത്തു. എന്നാൽ ഈ മനുഷ്യൻ പറയുമ്പോൾ കർത്താവ് അവന് വിലക്കിയിട്ട് പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോക, എൻ്റെ കൂടെ വരണ്ട, നീ നിന്റെ വീട്ടിൽ പോയി ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് അവരോട് പറയുക. നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് കരുതി ദൈവം നമ്മെ മറന്നെന്ന് ചിന്തിക്കരുത്. ചോദിക്കുന്നതെല്ലാറ്റിനും ഉത്തരം കിട്ടുന്നതല്ല ആത്മീക ജീവിതം. ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവഭക്തി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. യേശു അവനെ സൗഖ്യമാക്കിയിട്ട് അവൻ ചോദിച്ചത് കൊടുത്തില്ലെങ്കിലും ചരിത്രം പറയുന്നു, അവന്റെ നാട്ടിൽ, അവൻ അപമാനിക്കപ്പെട്ട നാട്ടിൽ, അവൻ നിന്ദിക്കപ്പെട്ട നാട്ടിൽ, അവനെ എഴുതിത്തള്ളിയ നാട്ടിൽ ദൈവം അവനെ ഒരു അസാധാരണ അഭിഷിക്തനായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. ഒരു കാലത്ത് എൻ്റെ വീട്ടിൽ മരണം കാത്തുവന്ന സഹോദരി മരണത്താൽ അല്ലാതെ മാറത്തില്ലെന്ന് പറഞ്ഞ ആ വീടിൻ്റെ ഒരു 6-7 കിലോമീറ്ററിനടുത്താണ് ഞാനിപ്പോൾ എൻ്റെ ചർച്ചിൽ പ്രവർത്തിക്കുന്നത്. എത്ര പേര് അത് കണ്ടവരും കേട്ടവരുമൊക്കെ
ഇപ്പോൾ ഓടി വന്നിവിടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ആരാധനയ്ക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തീർന്നെന്ന് പറഞ്ഞ, മരണം കൊണ്ട് വഴിമാറുമെന്ന് പറഞ്ഞ കുടുംബത്തിനകത്ത് ആത്മഹത്യകളെ മാറ്റി, തകർച്ചകളെ മാറ്റി, പരാജയങ്ങളെ മാറ്റി ആയിരങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ഞങ്ങളെ ഉപയോഗിക്കുന്നെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങൾക്കും അങ്ങനെ ഒരു ഭാവിയുണ്ട്. നിങ്ങളെയും ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളെ കീഴടക്കാൻ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് കരുത്തു നൽകുന്ന ഒരു സാക്ഷ്യമായി എൻ്റെ വാക്കുകൾ മാറട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യത്തോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. മരുഭൂമിക്കകത്ത് ഇസ്രായേൽ ജനം ഇറച്ചിക്ക് വേണ്ടി കൊതിക്കുമ്പോൾ അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. കാടപ്പക്ഷി ആകാശത്തുകൂടെ പറക്കുന്നതാണ്. ആകാശത്തുകൂടെ പറക്കുന്ന കാടപ്പക്ഷികൾ ഇറച്ചി ചോദിച്ച ഇസ്രായേൽ ജനത്തിന്റെ വീടിന്റെ മുറ്റത്ത് അവർക്ക് പിടിക്കാൻ പരുവത്തിൽ താഴ്ന്നു വന്നു നിന്നു. ബൈബിൾ പറയുന്നത് 2 മുഴ ഉയരത്തിനാണ്. ഒരു കുഞ്ഞുണ്ടെങ്കിൽ 5 വയസ്സുകാരൻ കുഞ്ഞ് കൈപൊക്കിയാലും അവന്റെ കരത്തിൽ കിട്ടുന്ന പൊക്കത്തിൽ ഈ കാടപ്പക്ഷി വന്ന് ഇസ്രായേൽ ജനത്തിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുക. പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവർ ഓടുന്നില്ല. നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ, ഇന്നൊക്കെയല്ലേ മൊബൈൽ ഞെക്കിക്കൊണ്ട് പിള്ളേരിരിക്കണത്, നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ ഈ തുമ്പിയെ പിടിക്കും. നമ്മൾക്ക് ഏറ്റവും വലിയ ഹോബിയാണ് തുമ്പിയെ പിടിക്കുക. കരയുമ്പോൾ കളിപ്പാട്ടം മേടിച്ച് തരാൻ കാശില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ നമുക്കൊരു തുമ്പി പിടിച്ചു തരും. എത്ര ദിവസം ഒരു തുമ്പിയുടെ പുറകെ നടക്കുമ്പോഴാ ഒരു തുമ്പിയൊക്കെ നമ്മുടെ സഹോദരങ്ങൾ പിടിച്ചു തന്നിട്ടുള്ളത്. ഞാൻ കരയുമ്പോഴൊക്കെ എൻ്റെ സഹോദരിമാര് തുമ്പി പിടിച്ചു തരാൻ എത്ര ദിവസത്തെ അധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു തുമ്പിയൊക്കെ വല്ലപ്പോഴും ഒന്ന് കിട്ടുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ അവർക്കൊക്കെ പിടിക്കാൻ പറ്റുന്ന പരുവത്തി, എത്ര വേണേലും പിടിക്കാൻ പറ്റുന്ന പരുവത്തി ആകാശത്തിലൂടെ പറക്കുന്ന കാടപ്പക്ഷി വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുക. കുഞ്ഞുങ്ങൾ കൈയുയർത്തി പിടിക്കുമ്പോഴും പറന്നു പോകാതെ അതങ്ങ് നിന്നു കൊടുത്തതിന്റെ കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇവരുടെ അപ്പൻ ഈ തലമുറ മരുഭൂമിയിൽ ഈ കാടയെ കൈയുയർത്തി പിടിക്കുന്ന ഈ തലമുറയുടെ ആ പിതാക്കന്മാരുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വിശുദ്ധ ബൈബിൾ പറയുന്നത്, യാബോക്ക് എന്ന് പറയുന്ന ഒരു കടവിൽ ദൈവത്തെ ഒരു രാത്രി പിടിച്ചു നിർത്തിയവന്റെ മക്കളാണ് ഇപ്പൊ കാടയെ കൂളായിട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തേ പറന്നു പോകാത്ത കാട? കാട എന്താ അടുത്ത വീട്ടിലോട്ട് അല്ല അടുത്ത മരത്തിലേക്ക് ഉയർന്ന് പറക്കാത്തത്? കാരണം ഇതിനറിയാം, അവരുടെ അടുക്കളക്കകത്ത് അവരുടെ ഭക്ഷണമായി മാറാൻ എൻ്റെ ജീവിതം തീർന്നു പോവുകയാണ്. ജീവനി കൊതിയില്ലാത്ത ഏത് മൃഗമാണുള്ളത്, ഏത് പക്ഷിയാണുള്ളത്, ഏത് മനുഷ്യനാണുള്ളത്? പക്ഷേ ഈ കാട നിന്നുകൊടുത്തതിന്റെ കാരണം ഇവരുടെ അപ്പൻ ഒരു രാത്രി മുഴുവൻ ദൈവത്തെ പിടിച്ചു നിർത്തിയതാണ്. ഈ അപ്പന്റെ തലമുറയാണ് മരുഭൂമിയിൽ ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞത്. അവന്റെ കയ്യിലാണ് ദൈവ കാടയെ നിർത്തിക്കൊടുത്തത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, കൂടപ്പുറപ്പെ, സഹോദരങ്ങളെ, ജീവിതത്തിനകത്ത് പിടിച്ചിട്ട് കിട്ടാത്തത് പിടിച്ചു നിർത്താൻ, കൊതിച്ചത് പിടിച്ചു നിർത്താൻ, കൊതിച്ചത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ കരത്തിൽ തിരികെ നൽകാൻ നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയാണെന്ന് അറിയണം. നിങ്ങൾ ഒരു വലിയ സ്വപ്നത്തിന്റെ ഉടമയാണെന്ന് അറിയണം. നിങ്ങളെപ്പറ്റി ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് അറിയണം. നിങ്ങൾ ജനിച്ച പട്ടണത്തിലോ വാർഡിനകത്തോ തീരാനുള്ളവരല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി, ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി, അപ്പോസ്തലന്മാരായി വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങളെ കണ്ട വ്യക്തിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പറയണം. പ്രാർത്ഥനാ മുറിയിൽ ഒരപ്പൻ മുഴങ്കാലിരുന്നപ്പോ അവന്റെ തലമുറയുടെ കരത്തിൽ ആകാശത്തിലൂടെ പറക്കേണ്ട കാടപ്പക്ഷിയെ പിടിച്ചു നിർത്താൻ കരുത്തു കൊടുത്തെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു കരത്തിനകത്ത് പിടിക്കാൻ പറ്റുന്ന ഒരുപാട് വാഗ്ദത്തങ്ങളും ഒരുപാട് പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടികളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ഇതൊരു മതദൈവമല്ല. ഈ കർത്താവിന്റെ മുമ്പാകെ മുഴങ്കാലം അടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, എൻ്റെ പ്രസംഗവേദിയിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതാനുഭവം, കയ്യടിയും കണ്ണുനീരും, അത് മാത്രമാണ് ഈ ദൈവത്തിന് പ്രസാദം. മറ്റ് യാഗങ്ങൾ വേണ്ട, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, നരബലികൾ വേണ്ട. പിന്നെ എന്താണ്? കണ്ണുനീരോടെ കൈയടിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങി വന്ന്, നിങ്ങളുടെ കൊച്ചു കുടിലിനകത്ത് ഇറങ്ങി വന്ന് ഉത്തരം നൽകുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു. ഈ സാക്ഷ്യം നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എന്ന് കേൾക്കും, എപ്പോൾ കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല.
കേൾക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തുന്ന, രൂപാന്തരം വരുത്തുന്ന, ജീവിക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് നൽകുന്ന, നിങ്ങൾ ഇനിയും ഉയരേണ്ടവരാണ്. നിങ്ങളുടെ മുമ്പിൽ ഇനിയും സ്വപ്നങ്ങളുണ്ട്. ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. എന്നെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പട്ടണങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങൾക്ക് വേണ്ടിയും ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പോസ്തലന്മാരാണ്. ആ വലിയ നിയോഗങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് വിലപ്പെട്ട കർത്താവിന്റെ ദാസന് ഇങ്ങനെയൊരു നിയോഗം നൽകി. ഒരു മുറിക്കകത്ത് ഞാൻ പറയുന്ന സന്ദേശം ഏതോ രാജ്യങ്ങളിലും ഏതോ സാമ്രാജ്യങ്ങളിലുമൊക്കെ ഉള്ള നിങ്ങളുടെ കാതുകളിൽ ഇത് എത്തുന്നതെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ദൈവപദ്ധതിക്ക് വേണ്ടിയുള്ള ചൂട് കൂട്ടാനും സ്പീഡ് കൂട്ടാനും വേണ്ടിയാണ് അതിന് കരുത്ത് പകരുന്ന ദിനങ്ങളായി വരും ദിനങ്ങളിൽ മാറട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. അരോമ മിനിസ്ട്രീസിന് ദൈവം കൊടുത്ത നല്ല ദർശനത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് വിശാലമാക്കട്ടെ. നിങ്ങളുടെ ഈ മിനിസ്ട്രിയിലൂടെ നൂറുകണക്കിന് പേരുടെ ആത്മഹത്യകളെ മാറ്റാൻ, നൂറുകണക്കിന് പേരുടെ കുടുംബങ്ങളെ പണിയാൻ, നൂറുകണക്കിന് പേരുടെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ, നൂറുകണക്കിന് അഭിഷിക്തന്മാരെ ശുശ്രൂഷകളിൽ കരുത്തോടെ നിർത്താൻ നാളുകളിൽ വീണ്ടും നിങ്ങൾക്ക് ബലം നൽകട്ടെ, കരുത്തു നൽകട്ടെ എന്നും ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ജീവിതങ്ങൾക്ക് മാറ്റം വരുത്തുന്ന, ജീവിതങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഈ കർത്താവിനെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമോ? ആ കർത്താവിലേക്ക് അടുത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഈ കർത്താവിനെ നിങ്ങൾക്ക് വേണമോ? ദേഹദഹന പ്രക്രിയകളോ, മെഴുകുതിരി കത്തിക്കലോ, യാഗങ്ങളോ, പൂജകളോ, അർപ്പണങ്ങളോ, ദർപ്പണങ്ങളോ ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്താൽ മതി. നിങ്ങളുടെ കണ്ണുനീരിന്റെ ഉപ്പ് രസം അറിയുന്ന ഒരു നല്ല രക്ഷകൻ, അവനാണ് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന പാപികളുടെ രക്ഷകനാകുന്ന കർത്താവ് യേശു ക്രിസ്തു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ അത്ഭുതത്തെ കൊണ്ടുവരും. നിങ്ങളുടെ വിശ്വാസം വിരൽത്തുമ്പിൽ നിങ്ങളുടെ ദൈവപ്രവൃത്തിയെ കൊണ്ടുവരും. ഒട്ടനവധി ദൈവപ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷിയാകാൻ പോകുന്നു. വിശ്വാസം മാത്രം മതി. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ അസാധാരണ വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ കേട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ പശ്ചാത്തലത്തിലുള്ളവർ, വിവിധ സാഹചര്യങ്ങളിലുള്ളവർ, ഒരുപക്ഷെ അവർ പ്രതീക്ഷിക്കാതെ വിരൽ തട്ടി വന്നപ്പോൾ ഈ സന്ദേശം അവരുടെ കാതുകളിൽ വന്നതാണെങ്കിലും അത് യാദൃശികമല്ല. എല്ലാ കൂട്ടിമുട്ടലിന്റെയും പുറകിൽ ദൈവനിയോഗമുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. മോശയുടെ പെട്ടകമൊഴുകി വന്നപ്പോൾ തന്നെ ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നതുപോലെ, യേശുവിന്റെ ശിഷ്യന്മാര് പോയപ്പോൾ തന്നെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ കടന്നു പോയതുപോലെ, പത്രോസ് ചൂണ്ടയുമായി വന്നപ്പോൾ തന്നെ അവന് വേണ്ടിയുള്ള നാണയവുമായി ചതുർദ്രഹ്മ പണമുള്ള മീൻ കൃത്യമായി ആ ചൂണ്ടയിൽ കുത്തിയതുപോലെ, ദൈവത്തിന്റെ കൂട്ടിമുട്ടലുകൾ വലിയ പദ്ധതിക്ക് വേണ്ടിയുള്ളതാകയാൽ ഈ സന്ദേശം ചിലരെ ചരിത്രം തിരിക്കുന്നതിന് ഉപയോഗിക്കാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കേട്ട എല്ലാവരും അനുഗ്രഹിക്കണം. അവർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണം. ദൈവം അവരെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ ചാക്കോ അവറുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ ചെലവഴിച്ചതിന് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. കർത്തൃദാസനെ ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര വിശ്വസ്തനാണ്. തനിക്ക് വേണ്ടി തൻ്റെ ഭക്തന്മാരെ
തനിക്ക് ആവശ്യമുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുന്ന വഴികള് അത് ഒരു മനുഷ്യന്റെയും പ്ലാനും പദ്ധതിക്കും അനുസരിച്ചല്ല. അതെത്ര വ്യത്യസ്തമാണെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. സ്വന്തം സഹോദരിയുടെ ജീവിതം അത് മാറിമറിഞ്ഞപ്പോൾ ആ കുടുംബത്തെ മുഴുവനുമായി സമൂല മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതായിരുന്നു ആ സഹോദരിയുടെ മാനസിക നില താളം തെറ്റിയപ്പോൾ. അതെന്ന് നമുക്ക് ആദ്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ കാര്യപരിപാടി അതായിരുന്നു. ഒരു ഘട്ടത്തിൽ നമുക്കത് വളരെ വേദന ഉളവാക്കുന്നതാണ്. ആ വാത്സല്യ സഹോദരിയെ വളരെ ബുദ്ധിമുട്ടിച്ച കാര്യമാണ്. അതവരുടെ കുടുംബജീവിതത്തെ വല്ലാതെ തകർത്ത ചില വിഷയങ്ങളാണ്. എന്നാൽ പിശാച് അതിനെ ജയിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അതിന്റെ മറുവശം ആ കുടുംബത്തെ മുഴുവനുമായി രക്ഷയിലേക്ക്, നിത്യത ജീവങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പിന്നുള്ളതായ ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നത്തേതിൽ ദൈവദാസന്റെ സാക്ഷ്യങ്ങളിലൂടെ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. ഇന്ന് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ സാക്ഷ്യം പ്രസ്താവിക്കുവാൻ അതൊരു മുഖാന്തരം മാത്രമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കർത്താവിന്റെ ദാസി കടന്നു പോയില്ലായിരുന്നു എങ്കിൽ ഇന്ന് പ്രിയ സുനിൽ ചാക്കോ എന്ന് പറയുന്ന ഈ കർത്തൃദാസൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ, ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഈ വേദിയിലൂടെ ഉണ്ടായിരിക്കുമോ എന്ന് സംശയം തോന്നുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടി മറ്റൊന്നായിരുന്നു. ദൈവം ആ തലത്തിലേക്ക് ദൈവം കാര്യങ്ങളൊക്കെ നടത്തി. ഇന്ന് ആ വാത്സല്യ സഹോദരി സൗഖ്യത്തോടെ ആയിരിക്കുന്നു. ആ കുടുംബം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ, കർത്താവിനെ സാക്ഷീകരിപ്പാൻ, കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നവരായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവം നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ എന്ന തരണത്തില് ഒരു പ്രാവശ്യം കൂടെ ആശംസിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ദൈവദാസൻ ഓർപ്പിച്ച ചില കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിക്കുകയുണ്ടായി. കൊല്ലം ജില്ലയില് ഒരു സ്ഥലത്തെ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ആ ദേശത്തുണ്ടായിരുന്ന ജനങ്ങളിൽ സ്വാധീനിച്ചതായ ആത്മഹത്യയുടെ ദുരാത്മാവിനെ കുറിച്ച് ഓർപ്പിച്ചു. എന്നാൽ ദൈവദാസൻ ആ ദേശത്ത് കടന്നു ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആ ആത്മഹത്യയുടെ പ്രവണത ആ ദേശത്തെ ജനങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഓരോ ദേശത്തെയും അടക്കി വാഴുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഓരോ ദേശത്തെയും പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ചില അന്ധകാര പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം തന്റെ ദാസന്മാരെ ദേശത്തേക്ക് അയക്കുമ്പോൾ ആ ദേശത്തിന് വലിയ വിടുതൽ സംഭവിക്കുവാൻ, വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചില ദേശങ്ങളിൽ ആത്മഹത്യ സ്പിരിറ്റ് ആണെങ്കിലും ചില ദേശങ്ങളിൽ മദ്യപാനത്തിന്റെ സ്പിരിറ്റ് ആണ്, ചില ദേശങ്ങളിൽ കൊലപാതകത്തിന്റെ സ്പിരിറ്റ് ആണ്, ചില ദേശത്ത് ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് ആണ്, ചില ദേശത്ത് പാപം കൊടികുത്തി വാഴുന്ന, അധാർമികതകളെ കൊടികുത്തി വാഴുന്ന അതിൻ്റെതായ സ്പിരിറ്റാണ് ചില ദേശത്ത് വ്യാപരിക്കുന്നത്. അതുപോലെ തന്നെ ചില ദേശങ്ങളില് കൊള്ളയും കൊലപാതകവും ദൂഷണവും പരദൂഷണത്തിന്റെയും ആത്മാവാണ് അവിടെ വ്യാപരിക്കുന്നത്. ചില ദേശങ്ങളില് അതായത് ഭ്രാന്ത് പോലെയുള്ളതായ മാനസിക രോഗങ്ങളാൽ പിടിപെട്ട ജനങ്ങൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്നു. അതുപോലെ ചില ദേശങ്ങള് മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലെ സ്പിരിറ്റ്, അതുപോലെ വ്യാജ വാറ്റുകള്, അങ്ങനെയുള്ള ആത്മാക്കൾ വ്യാപരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. ഇങ്ങനെ നിരവധി പൈശാചിക മണ്ഡലങ്ങൾ ഓരോ ദേശത്തെയും പിടിച്ചടക്കി വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെയും ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അറിയാവുന്ന ഇതുപോലെയുള്ള ചുറ്റുപാടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പാർക്കുന്ന ദേശത്തും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ജനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, നമ്മെ ദൈവം ആ ദേശത്താക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നുള്ളത് ഉദ്ദേശം എന്താണ്? നമ്മെ ആ ദേശത്ത് ദൈവം ആക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ആ ദേശത്ത് ദൈവം നട്ടിരിക്കുക, ആക്കി വെച്ചിരിക്കുക. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? പ്രിയ കർത്താവിൻദാസൻ സുനിൽ ചാക്കോയെ ആ കൊല്ലം ജില്ലയില് ആ ഗ്രാമത്തിലേക്ക് അയച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ആ ദേശത്ത് ദൈവദാസൻ ചെന്നപ്പോൾ അവിടെയുള്ള ആത്മഹത്യയുടെ സ്പിരിറ്റ് അവിടെ നിന്ന് മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ദേശം നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഗദരേനരുടെ ദേശത്ത് കർത്താവ് ചെന്നപ്പോൾ ആ ദേശത്ത് വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ടായിരുന്നു.
യേശു ആ ദേശത്ത് ചെന്ന് ആ ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കുവാനും ആ ദേശത്തിന് അതോടുകൂടി വിടുതൽ ഉണ്ടാകുവാനും ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഓരോ ദേശത്തിന്റെ മേലും വ്യാപരിക്കുന്ന, ആ ദേശത്തെ അടക്കി വാഴുന്ന പൈശാചിക ശക്തികളുടെ മേല് അധികാരത്തോടുകൂടി ദൈവം നമ്മെ ആക്കി വെക്കുമ്പോൾ, ദൈവം നമ്മെ അയക്കുമ്പോൾ, നാം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കണ്ണുനീരൊഴുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ദൈവോടൊന്ന് മാറ്റി ആ ദേശത്തിന്റെ മേൽ വലിയ വിടുതലുകളെ ദൈവം അയക്കുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമുക്ക് പ്രത്യക്ഷമായോ ആമേന് സമൂഹത്തിൽ ഇറങ്ങിയോ ചെന്ന് സുവിശേഷം പറയുവാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനോ ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞില്ല എങ്കിൽ പോലും രഹസ്യമായി നമ്മുടെ മുറിക്കകത്തളങ്ങളിൽ ഇരുന്ന് നാം മുഴങ്കാലിന്മേലിരുന്ന് നമ്മുടെ കർത്താവിനോട് ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി മാറിപ്പോകുവാൻ ഇടയാകും. അത് ദൈവപ്രവൃത്തി. നാം ഒരുവൻ ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഒരു കുടുംബം ആ ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ വലിയ ദൈവപ്രവൃത്തി ആ ദേശത്തിന്റെ മേൽ ദൈവം അയക്കും. പ്രിയ കർത്താവിന്റെ ദാസന്റെ വാക്കുകളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ദേശത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി, അവൻ ഒരു രാജ്യത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പുരുഷനുണ്ടോ എന്ന് കാണാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുകയാണ്. നാം അതിന് തയ്യാറാകുമെങ്കിൽ നമ്മെ ദൈവം അവൻ ഒരു വിടുതലിന്റെ സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം ഇതുപോലെ നമ്മെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെ ഒരു വിടുതലിന്റെ സാക്ഷ്യമാണ് കർത്താവിൻദാസൻ സുൽചാക്കോയിലൂടെ ഇന്ന് കേൾക്കുവാൻ കഴിഞ്ഞത്. ദേവദാസന്റെ കുടുംബം വിടുവിക്കപ്പെട്ടു. ആ ദേശത്തിന് വലിയ വിടുതലുണ്ടായി. ഇന്ന് അനേക ജനസമൂഹങ്ങള് ദേവദാസന്റെ ശുശ്രൂഷയിലൂടെ വിടുതലിലേക്ക്, കർത്താവിങ്കിലേക്ക് ആമെ നയിക്കപ്പെടുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ദേവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ, ഏറെ മുന്നോട്ട് ഓടുവാൻ സ്വർഗം അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിലപ്പെട്ട സമയം വേർതിരിച്ച് കടന്നു വന്ന രോമാറ്റി പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം തന്ന ആലോചനയെ പങ്കുവച്ചതിന് ദൈവദാസനോട് കുടുംബാംഗങ്ങളുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. രോമാ ടിവിയുടെ പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു അനുഗ്രഹത്തിന് കാരണമായി, ഒരു വിടുതലിന് കാരണമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് ആമേൻ ഈ സാക്ഷ്യം പരമാവധി ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അനേക പ്രിയപ്പെട്ടവരുടെ വിടുതലിനും സൗഖ്യത്തിനും ദൈവനാമ മഹത്വത്തിനും മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കൂട്ടായ്മയും ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമാകുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.